സോ അഫോർഡബിൾ ഫോൺസ്, ഈ ഒരു വാക്ക് സ്ഥിരം നമ്മളിപ്പം കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ്. കാരണം ആൻഡ്രോയിഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ധാരാളം മാനുഫാക്ചേഴ്സ് ഉണ്ട്. ഓരോ മാസവും ലിറ്ററലി അവർ പല അഫോർഡബിൾ റേഞ്ചിലുള്ള സ്മാർട്ട് ഫോൺസ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ ഫോൺസ് എന്ന് പറയുന്നത് ഇപ്പം വലിയ സംഭവമല്ല. എന്നാൽ ആപ്പിളാണ് ഇങ്ങനൊരു ഫോൺ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി അറിയാനും അതിനെപ്പറ്റിയുള്ളൊരു എൻഗേജ്മെൻറ്റ് ആളുകളുടെ ഇടയിൽ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡിനുള്ള ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്പഷ്ടമായിട്ടുള്ള തെളിവാണ് 2024 മാർച്ച് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്. അതിലെ ആപ്പിളിൻ്റെ കണക്കുകൾ അത് നമ്മൾ ഞെട്ടിക്കുന്നതാണ്. 36% ഇൻക്രിമെൻ്റ് ആണ് പ്രീവിയസ് ഇയറിൽ നിന്ന് ഈ വർഷം ആപ്പിളിനുണ്ടായത്. സോ സീരിയസ്ലി ആപ്പിൾ ഇൻ ഇന്ത്യ ഇറ്റ്സ് ഗെറ്റിംഗ് ബിഗർ. ആപ്പിളിൻ്റെ ഏറ്റവും ആദ്യത്തെ അഫോർഡബിൾ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iPhone 5C ആണ്. iPhone 5ൻ്റെ ഒരു ചീപ്പർ മോർ പ്ലാസ്റ്റിക് വേർഷൻ ആയിരുന്നു iPhone 5C എന്ന് പറയുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള അഫോർഡബിൾ സ്മാർട്ട് ഫോൺസ് ആണ് ആപ്പിൾ SC എന്നുള്ള സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തുകൊണ്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അതാണ് 2016 ആദ്യം ഇറങ്ങിയ iPhone SE ഫസ്റ്റ് ജനറേഷൻ. iPhone 6ൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ വേർഷൻ ആയിരുന്നു. ശേഷം 2020 കോവിഡ് പീക്കായിട്ടിരിക്കുന്ന ടൈമിലാണ് iPhone SE സെക്കൻഡ് ജനറേഷൻ ആപ്പിൾ ലോഞ്ച് ചെയ്തത്. അവസാനം ഇപ്പോൾ നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്ന iPhone SE തേർഡ് ജനറേഷനും 2022 ആപ്പിൾ ലോഞ്ച് ചെയ്യുന്നത്. കറൻ്റ്ലി ആപ്പിളിൻ്റെ ഐഫോൺ ലൈനപ്പ് എടുത്ത് നോക്കിയാൽ ആ കൂട്ടത്തിൽ ഒരു ഓട് വണ്ണായിട്ട് നമുക്ക് ഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ് iPhone SE തേർഡ് ജനറേഷൻ. കാരണം അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആണ്. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആപ്പിളിൻ്റെ അപ്കമിങ് അഫോർഡബിൾ മോർ ചീപ്പർ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള iPhone SE 4 ജനറേഷൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ iPhone SE 4 ജനറേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. നെക്സ്റ്റ് ഇയർ 2025, ഇപ്പോൾ നമുക്ക് ഡിസംബറായി, 2025 ഏർലി മാർച്ച് ആ ഒരു ടൈം ഫ്രെയിമിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഡിവൈസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ ആൻഡ് ചേഞ്ചസ് നിന്ന് തുടങ്ങാം. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് ഇതിനൊരു നോച്ച് ഉണ്ടാകും. കാരണം iPhone 13ലും 14 സീരീസിലും വന്ന പോലത്തെ സ്ലിമ്മർ ആയിട്ടുള്ള ആ ഒരു ഷ്രിങ്ക് ഡൗൺ ചെയ്ത നോച്ചായിരിക്കും കൊണ്ടുവരുന്നത്. ഡൈനാമിക് ഐലൻഡ് അല്ലായിരിക്കും. കാരണം iPhone 14ൻ്റെയും 13ൻ്റെയും അതേ സെയിം ഫ്രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഫ്രണ്ട് പാനൽ ഈ ഒരു ഡിവൈസിനും യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം ആപ്പിളിന് അഫോർഡബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ കറൻ്റ്ലി അവരുടെ ആ ഒരു മോൾഡിലുള്ള അല്ലെങ്കിൽ ലൈനപ്പിലുള്ള ഏതെങ്കിലും ഡിവൈസിൻ്റെ ഡിസൈനാണ് കടമെടുക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടും. കാരണം ഇതിനു വേണ്ടി ഡിസൈനിൽ ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വരുത്തുവാണെന്നുണ്ടെങ്കിൽ പുതിയ മോൾഡ്, പുതിയ മെഷീനറി, അങ്ങനെയുള്ള ഡിസൈനിൽ വരുന്ന ചേഞ്ചസ്, അതിനനുസരിച്ച് അതിനകത്തെ റോ മെറ്റീരിയൽസിൽ വരുന്ന ചേഞ്ചസ്, ഇതെല്ലാം പ്രൈസ് കൂട്ടുകയേ ചെയ്യത്തുള്ളൂ. എന്നാൽ നിലവിലുള്ള ഡിസൈൻ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രൈസ് ആപ്പിളിന് സ്റ്റോപ്പ് ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിങ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ഡിവൈസിൻ്റെ ഓവറോൾ ഡിസൈനിലെ ചേഞ്ച് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് പാനലാണ്. കാരണം ഇതിൻ്റെ സൈഡ് ഷാസിയും ബാക്ക് പാനലും നിലവിലുള്ള 14ൻ്റെയോ 13ോ ആയിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. കാരണം ഒരു സിംഗിൾ ക്യാമറ മൊഡ്യൂളാണ് ഇതിന് വരുന്നത്. അതോടൊപ്പം ഇതിൻ്റെ കോർണേഴ്സ്, ഇതിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് iPhone 15 സീരീസിലുള്ള പോലത്തെ കർവ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ റൗണ്ടഡ് ആയിട്ടുള്ള എഡ്ജസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരും. എഡ്ജ് ടു എഡ്ജ് 6.1 ഇഞ്ചുള്ള OLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ കൊടുക്കാൻ പോകുന്നത്. നിലവിലുള്ള iPhone SEയിൽ നമുക്കറിയാം LCD പാനലാണ്. സോ ഇത് 14 സീരീസിൻ്റെ അതേ സെയിം പാനൽ വരുന്നതുകൊണ്ട് തന്നെ OLED ഡിസ്പ്ലേ തന്നെ ആയിരിക്കും. ഇതിൻ്റെ നോച്ച് എന്ന് പറയുന്നത് iPhone 11ലോ 12ലോ നമ്മൾ കണ്ടിട്ടുള്ള നോച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനോ ഇൻറ്റേർണൽ അറേ സ്ട്രക്ചർ ഒന്നുമല്ലായിരുന്നു iPhone 13ലേക്കും പിന്നീട് 14ലേക്കും വന്ന ഡിസൈനിൽ നോച്ചിൻ്റെ ഡിസൈനിൽ വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. കാരണം കംപ്ലീറ്റ്ലി ആപ്പിൾ അത് അഴിച്ചുപണി നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 13, 14ൻ്റെ നോച്ചുകൾ കമ്പയറിംഗ് ടു 12 ആൻഡ് 11 സീരീസ് അത് കുറച്ചും കൂടെ സ്ലിമ്മറാണ്, എന്നാൽ കുറച്ചും കൂടെ തിക്കറായിരിക്കും. പിന്നെ ഇതൊരു അഫോർഡബിൾ മോഡൽ ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 60 Hz തന്നെ ആയിരിക്കും. കാരണം 2025 17 സീരീസിൻ്റെ ലൈനപ്പിലായിരിക്കും കംപ്ലീറ്റ്ലി ആപ്പിൾ 4 മോഡൽസിൻ്റെയും ഡിസ്പ്ലേ 120 Hz റീഫ്രഷ് റേറ്റ് പ്രൊമോഷൻ കൊടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു ഡിവൈസ് അതിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ഇതിനെ കുറച്ചുകൂടി ചീപ്പറാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു 120 Hz റീഫ്രഷ് റേറ്റ് ഇവിടെ കൊടുത്തുകൊണ്ട് കാര്യമില്ല. പിന്നെ ഇതിൻ്റെ സൈഡ് ബെസൽസിൽ ആപ്പിൾ മ്യൂട്ട് ബട്ടൺ ഒഴിവാക്കി ആക്ഷൻ ബട്ടൺ ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് സിറി ഷോർട്ട് കട്ടുകളും അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിസൈനിൽ വരാൻ പോകുന്ന ചേഞ്ചസ്. ഇനി ഇതിൻ്റെ ഇൻറ്റേർണൽസിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നിലവിലുള്ള iPhone 16 സീരീസിലുള്ള അതേ സെയിം പ്രോസസ്സറായിരിക്കും ആപ്പിൾ ഇതിലും കൊടുക്കാൻ പോകുന്നത്. അതായത് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായിട്ടുള്ള അല്ലെങ്കിൽ SoC ആയിട്ടുള്ള A18 എന്ന് പറയുന്ന
സെയിം SoC ആയിരിക്കും ആപ്പിൾ ഇതിനും കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം A17 Pro അല്ലെങ്കിൽ A18 വേണം. അതുകൊണ്ട് തന്നെ മിനിമം 8GB റാമും ഗ്യാരണ്ടീഡാണ്. ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്ന മിനിമം ആ ഒരു ഫംഗ്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണ്ടത് 8GB റാമാണ്. സോ A18-ഉം 8GB റാമും കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ആപ്പിൾ ഇതിൽ കൊണ്ടുവരാൻ പോകുന്ന 5G മോഡം അല്ലെങ്കിൽ നെറ്റ്വർക്ക് മോഡം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സ്വന്തം ഇൻ ഹൗസ് മോഡമായിരിക്കും. അതായത് ആപ്പിൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, ആപ്പിൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള, ആപ്പിൾ തന്നെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന മോഡമായിരിക്കും, നെറ്റ്വർക്ക് മോഡമായിരിക്കും ആപ്പിൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. നിലവിൽ നമുക്കറിയാം ആപ്പിൾ ഉപയോഗിക്കുന്ന 5G മോഡം അല്ലെങ്കിൽ നെറ്റ്വർക്ക് മോഡം എന്ന് പറയുന്നത് ക്വാൽക്കത്തിൻ്റെയാണ്. ഇടയ്ക്ക് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ഞാണ്ട് എനിക്ക് തോന്നുന്നു ആപ്പിൾ ഇൻ്റലിൻ്റെ മോഡംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും അതിനുണ്ട്. അതായത് iPhone 11-ലോ 10s-ലോ ആപ്പിൾ ഈ ഒരു ഇൻ്റൽ മോഡംസ് ഒക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ 5G മോഡം എന്ന് പറയുന്നത് അതിനകത്ത് 3 കാര്യങ്ങൾ കാണും. ഒന്ന് വൈഫൈ, ബ്ലൂടൂത്ത്, പിന്നെ GPS. ഈ 3 കാര്യങ്ങളോട് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു 5G മോഡം അല്ലെങ്കിൽ നെറ്റ്വർക്ക് മോഡം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് ആപ്പിളിന് ചിലവ് ചുരുക്കാൻ സാധിക്കും. കാരണം ഇതുവരെ ക്വാൽക്കം അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ആപ്പിളിൻ്റെ സ്വന്തമായിട്ടുള്ള 5G മോഡം ആപ്പിളിൻ്റെ സ്വന്തമായിട്ടുള്ള ഫാക്ടറീസിൽ ആപ്പിളിന് പ്രൊഡ്യൂസ് ചെയ്ത് അത് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചിലവുകൾ ആപ്പിളിന് ഒരു പരിധി വരെ ഈ കാര്യത്തിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ബിഗ്ഗർ ആയിട്ടുള്ള ബാറ്ററിയാണ് ആപ്പിൾ ഈ ഒരു iPhone SEയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം കറണ്ടിൽ 16 ലൈനപ്പിൽ ആപ്പിൾ മൊത്തത്തിൽ അഴിച്ചുപണികൾ ബാറ്ററിയുടെ കാര്യത്തിൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു തെർമൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടാണ് ആപ്പിൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. iPhone 16 Pro നോക്കിയാലും ലോവർ എൻഡ് മോഡൽസ് നോക്കിയാലും ആപ്പിൾ ബാറ്ററിക്ക് ചുറ്റിനും ഒരു മെറ്റൽ കേസിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ കൺട്രോൾ ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള തെർമൽസ് കൊടുത്ത പോലെ തന്നെ iPhone SE 4th ജനറേഷൻ ഇൻ്റേണൽസിലും നമുക്ക് ഇതുപോലത്തെ ബെറ്റർ ആയിട്ടുള്ള തെർമലും ബിഗ്ഗർ ആയിട്ടുള്ള ബാറ്ററിയും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിൻ്റെ ക്യാമറയിലേക്ക് വരുമ്പം ഞാൻ പറഞ്ഞു ബാക്കിൽ ഒരൊറ്റ സിംഗിൾ മൊഡ്യൂളെ കാണത്തുള്ളൂ, ക്യാമറ മൊഡ്യൂളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതിൽ ലഭിക്കുന്ന സെൻസർ എന്ന് പറയുന്നത് നിലവിൽ iPhone SEയിലുള്ള പോലത്തെ 12 MP സെൻസർ അല്ലായിരിക്കും, 48 MP സെൻസറായിരിക്കും അതിൽ വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി ആ ഒരു ഫങ്ഷണാലിറ്റീസും ഫീച്ചേഴ്സും എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കും. കാരണം ഇപ്പം iPhone SE 2nd ജനറേഷൻ 3rd ജനറേഷനൊക്കെ കാര്യം എടുത്തൊക്കെ അറിയാം, A15 പ്രോസസ്സറൊക്കെ അതിൽ കൂടുതലുണ്ട്. പക്ഷേ ഈ ഡിവൈസിലൊന്നും ആപ്പിൾ നൈറ്റ് മോഡോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടില്ല. ഈവൻ ദോ ഇതിന് കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നെങ്കിൽ പോലും ആപ്പിൾ ഈ പറഞ്ഞ ഫങ്ഷണാലിറ്റീസ് ഒന്നും തന്നെ അതിൽ കൊടുത്തിട്ടില്ല. എന്നാൽ iPhone SE 4th ജനറേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നും അല്ലായിരിക്കും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയിലേക്ക് വരും. നമുക്ക് ഊഹിക്കാനുള്ളതുള്ളൂ 14 സീരീസിൻ്റെ സെയിം ഷാസിയാണ് അല്ലെങ്കിൽ സെയിം ഡിസ്പ്ലേ പാനലാണ് ഫ്രണ്ടിൽ വരുന്നതെങ്കിൽ ആ സെയിം ക്യാമറ തന്നെ ആയിരിക്കും ഫ്രണ്ടിലും വരാൻ പോകുന്നത്. 12 MP ആ സെയിം ക്യാമറ തന്നെ, കാരണം സെയിം ഫേസ് ID മൊഡ്യൂളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 12 MP സെൻസറായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതേ സെയിം സെൻസറും അല്ലെങ്കിൽ മൊഡ്യൂളും തന്നെ ആയിരിക്കും ഫ്രണ്ട് ഫേസിങ് ക്യാമറയായിട്ട് വരാൻ പോകുന്നത്. ആൻഡ് ഫൈനലി ഇതിൻ്റെ കണക്ടിവിറ്റി ആൻഡ് ചാർജിങ്ങിലേക്ക് വരുമ്പോൾ നിസ്സംശയം നമുക്ക് പറയാം ഇതിലും USB Type-C ആണ്. കാരണം ഇപ്പോഴത്തെ കറണ്ട് ലൈനപ്പിൽ ആകെ ലൈറ്റ്നിങ് കേബിൾ അല്ലെങ്കിൽ ലൈറ്റ്നിങ് പോർട്ടുള്ള ഒറ്റ ഡിവൈസ് എന്ന് പറയുന്നത് ആ ഒരു iPhone SE 3rd ജനറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ USB Type-C ആയിരിക്കും ഈ ഒരു SE 4th ജനറേഷൻ വരാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ ട്രാൻസ്ഫറിങ് സ്പീഡ് അല്ലെങ്കിൽ അതിൽ വരാൻ പോകുന്ന ടെക്നോളജി എന്ന് പറയുന്നത് USB 2.0 തന്നെ ആയിരിക്കും. പക്ഷേ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന വയർലെസ് ചാർജിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് പുതിയതായിരിക്കും. മേ ബി 25 wattsൻ്റെ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പുതിയ Qi2 സപ്പോർട്ടഡ് ആയിട്ടുള്ള മാക്സേഫ് ആയിരിക്കും ഇതിലും യൂസ് ചെയ്യാൻ പോകുന്നത്. ഫൈനലി ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു അഫോർഡബിലിറ്റീനെ ശരിക്കും അഫോർഡബിൾ ഒരു ഡിവൈസ് ആക്കുന്നത് വാല്യൂ ഫോർ മണിയാണ്. കാരണം നമുക്ക് ഇത്രയധികം ഫങ്ഷണാലിറ്റീസ് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ A18 8GB റാം, ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ ആൻഡ് ബാറ്ററി ഇതെല്ലാം വരുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൈസിങ്ങും അതിനകത്ത് നിൽക്കുമ്പോഴാണ് ശരിക്കും നമുക്കതൊരു വാല്യൂ ഫോർ മണിയാണ്. നിലവിൽ SE3 ഉള്ള ആ റേഞ്ചിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് എക്സ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, iPhone 14 15നേക്കാളും കുറഞ്ഞ റേറ്റിലായിരിക്കും ആപ്പിൾ iPhone SE 4th ജനറേഷൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ ആപ്പിളിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ A18 പ്രോസസ്സർ, 8GB റാം, പുതിയ ക്യാമറ, 48 MP സെൻസർ, USB Type-C, ബെറ്റർ ബാക്കപ്പ് തരുന്ന ഒരു ബാറ്ററി, ഇതിനോടൊപ്പം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് iPhone SE 4th ജനറേഷൻ ആ ഒരു ശരിക്കും അഫോർഡബിൾ റേഞ്ചിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് iPhone SE 4th ജനറേഷനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Until then, peace.